10 വർഷം മുമ്പ് കേരളത്തിൽ UDF ഭരിക്കുന്ന കാലത്ത് സമൃദ്ധമായിരുന്ന പവർ കട്ട് ഇടതുപക്ഷ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള തീവ്ര പ്രയത്നത്തിലാണ് മാധ്യമങ്ങളും വലതുപക്ഷത്തെ സ്നേഹിക്കുന്നവരും. അതിനായി അവർ കുറേ കഥകൾ ഉണ്ടാക്കുന്നുണ്ട്, കുറേ നുണകൾ പറഞ്ഞു നോക്കി. ഇപ്പോൾ ചൂട് കൂടിയ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ, ഉഷ്ണതരംഗം അടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വൈദ്യുതി രംഗത്ത് വന്ന ചെറിയൊരു കുറവിനെ ലോഡ് ഷെഡിംഗ് ആണെന്ന് വരുത്തി തീർക്കാൻ നല്ല ശ്രമം നടത്തുന്നുണ്ട്. ലോഡ് ഷെഡിംഗ് ഇല്ല, ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കില്ല, ലോഡ് ഷെഡിംഗ് എന്ന പ്രവർത്തനത്തിലേക്ക് പോയിട്ടില്ല എന്നൊക്കെ KSEBയും ഒപ്പം കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രിയും കൃത്യമായി പറയുന്നുണ്ടെങ്കിലും അതൊന്നും മുഖവിലക്കെടുക്കാൻ ഇവർ തയ്യാറല്ല. ഇവർ പറയുന്നത് ഞങ്ങൾ പറയുന്നതാണ് ശരി, കേരളത്തിൽ ലോഡ് ഷെഡിങ് ഉണ്ടായിട്ടുണ്ട്, ഇടതുപക്ഷം ലോഡ് ഷെഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്. കളിയാക്കാവുന്നതിൻ്റെ പരമാവധി കളിയാക്കാനുള്ള ശ്രമം മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. തങ്ങൾ വിചാരിക്കുന്നതാണ് അജണ്ടയെന്നും തങ്ങൾ വിചാരിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ എന്നും വരുത്തി തീർക്കാനുള്ള കൃത്യമായ ചില ഇടപെടലുകൾ ചില മാധ്യമ ജഡ്ജിമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഏറെ ശ്രദ്ധിക്കപ്പെടണം. യഥാർത്ഥത്തിൽ ഇവർക്ക് അറിയാഞ്ഞിട്ടാണോ? ഇവർക്കെല്ലാം അറിയാം. എല്ലാം അറിഞ്ഞ് കണ്ണടച്ചിരുന്ന് ഇരുട്ടാണ് എന്ന് പറയുന്ന, ഇത് ഇരുട്ടിൻ്റെ കാലഘട്ടമാണ് എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ഇവർ ഉള്ളത്. ഇരുണ്ട കാലഘട്ടം അവരുടെ മൈൻഡിലുള്ള രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടമായിരുന്നുവെന്നും ഇപ്പോഴത്തെ കാലഘട്ടം ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെതായ കാലഘട്ടത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നും സ്വയം തിരിച്ചറിയാൻ ബോധമില്ലാത്തവരല്ല, സ്വയം പൊട്ടന്മാരായി അഭിനയിക്കുകയാണ്. വിഡ്ഢികളുടെ അഭിനയം. ആ അഭിനയത്തിന് നല്ല അവാർഡുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് ഇവർക്ക് വാങ്ങിക്കൊടുക്കണം. യഥാർത്ഥത്തിൽ എന്താണ് നിലവിലെ സാഹചര്യം? ഉഷ്ണതരംഗത്തിൻ്റെ വലിയ പ്രയാസങ്ങൾ നേരിടുന്ന കേരളത്തിൽ കരണ്ടുമായി ബന്ധപ്പെട്ട്, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയുന്നതാണ്. അത് പവർ കട്ടല്ല. ഇത് കൃത്യമായി ബോധ്യപ്പെടേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം, ചൂട് കൂടുന്നതിൻ്റെ ഭാഗമായി നാം വീടുകളിൽ ഇത്രയും കാലമില്ലാത്ത, ചരിത്രത്തിൽ കേരളം ഉപയോഗിക്കാത്ത തരത്തിലേക്കുള്ള വൈദ്യുതി ഉപയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ വൈദ്യുത ലൈനുകളിലൂടെയും വലിയ രീതിയിലുള്ള വൈദ്യുതിയുടെ പ്രസരണം നടക്കുന്നുണ്ട്. ഇങ്ങനെ വൈദ്യുതി വലിയ തോതിൽ വരുന്നതിൻ്റെ ഭാഗമായി ലൈനുകൾ ചൂടാകുന്നുണ്ട്. ചൂടാകുന്നതിൻ്റെ ഭാഗമായി ഇൻസുലേറ്ററുകൾ തകരാറിലാവുന്നുണ്ട്. ഇൻസുലേറ്ററുകൾ തകരാറിലായതിൻ്റെ ഭാഗമായി കേരളത്തിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിലെ വൈദ്യുതി ലൈനുകൾ പൊട്ടുന്നതിനും ഒപ്പം തന്നെ ഫ്യൂസ് പോകുന്നതിനും ഇടവരുന്നുണ്ട്. ഇത് നന്നാക്കിയെടുക്കാനുള്ള സമയത്ത് ചിലപ്പോൾ കുറച്ച് സമയം കരണ്ട് പോയിട്ടുണ്ടാവും. ഈ കരണ്ട് പോക്കാണ് പവർ കട്ടാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഭാഗമായുള്ള ജമ്പറുകൾ ഉരുകി ലൈൻ ഓഫാവാനും ട്രാൻസ്ഫോമർ കത്താതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതാവുകയും അത് നന്നാക്കാനുള്ള സമയമെടുക്കുകയും ചെയ്യുന്ന തരത്തിലേക്കും പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. കേരളത്തിലെ KSEB ജീവനക്കാരും കേരളത്തിലെ KSEBയും കൃത്യമായി ഇടപെടുന്നതിൻ്റെ ഭാഗമായാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ മാറ്റി തീർക്കാൻ കഴിയുന്നത് കൃത്യമായി അവരുടെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രവർത്തനം കാരണം ഇതൊക്കെ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തീർക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഇത് ആണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ലോക സാഹചര്യത്തിൽ വന്ന വലിയൊരു മാറ്റമുണ്ട്. ലോകത്ത് LPGയുടെ ക്ഷാമം വലിയ രീതിയിലുണ്ട്. അത് കേരളത്തിലുമുണ്ട്. കേരളത്തിലെ ഓരോ വീട്ടുകാരും അത് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ LPGയിൽ വന്ന വലിയ കുറവ്, ആ കുറവ് നികത്താൻ കേരളത്തിലെ മലയാളികൾ, കേരളത്തിലെ വീടുകളിൽ ഇന്ന് കരണ്ടുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കുക്കറുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട LPG ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ
കറണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയിലേക്ക്, നമ്മുടെ ഭക്ഷണം പാചകം ചെയ്യുന്ന രീതിയിലേക്കടക്കം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് വൈദ്യുതിയുടെ ഉപയോഗം കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ വൈദ്യുതിയുടെ ഉപയോഗം അമിതമായി വർദ്ധിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായ പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് കേരളം അപേക്ഷ വെച്ചത്. ആ അപേക്ഷ എന്ന് പറയുന്നത് അധിക വൈദ്യുതി വാങ്ങാനുള്ള അനുമതിയാണ്. അധിക വൈദ്യുതി വാങ്ങാനുള്ള അനുമതി ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന് ലഭിച്ചത്. 250 മെഗാവാട്ട് വൈദ്യുതി അധികമായി വാങ്ങാമെന്നും അതിന് കുറേ നിബന്ധനകൾ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് വാങ്ങാനുള്ള അനുമതിയായിട്ടുണ്ട്. അനുമതിക്ക് കൃത്യമായി അപേക്ഷ കൊടുത്തതും ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും. കേരളത്തിൽ വലിയ രീതിയിലുള്ള ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നും അതിൻ്റെ ഭാഗമായി ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും വൈദ്യുതി ഉപയോഗം കൂടാൻ സാധ്യതയുണ്ട് എന്നും അത് മറികടക്കാൻ ആവശ്യമായ വൈദ്യുതി വാങ്ങണമെന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഉഷ്ണതരംഗവും ഒപ്പം യുദ്ധവുമായി ബന്ധപ്പെട്ട് LPG ക്ഷാമവും കൂടി വന്നതോടുകൂടി ഇതാകെ അവതാളത്തിലാകുന്ന തരത്തിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം.